സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസവും മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. വിവിധയിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ വടക്കൻ ജില്ലകളിലാണ് ശക്തമായ മഴ ലഭിക്കുക എന്നാണ് മുന്നറിയിപ്പ്. 3 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ കൂടുതൽ മഴ പ്രതീക്ഷിക്കാം. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി. അടുത്ത 24 മണിക്കൂർ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തുടർന്നുള്ള 24 മണിക്കൂറിൽ വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറയാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു. കേരളത്തിൽ 5 ദിവസമാണ് മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. അടുത്ത 24 മണിക്കൂർ വടക്ക് പടിഞ്ഞാറ് ദിശകളിൽ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തുടർന്നുള്ള 24 മണിക്കൂറിൽ വടക്ക് കിഴക്ക് ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറയാനാണ് സാധ്യത. ന്യൂനമർദ്ദത്തിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ പ്രത്യേക മഴ മുന്നറിയിപ്പുകളൊന്നും നിലവിൽ നൽകിയിട്ടില്ല. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഭൂചലനവും ഉരുൾപൊട്ടലും അടക്കം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും 11 ജില്ലകളിൽ നേരത്തെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. 2018-ലും അതിനുശേഷവുമുള്ള പ്രളയത്തെ അതിജീവിച്ചവരാണ് കേരളത്തിലുള്ളവരെങ്കിൽ പോലും അതിശക്തമായ മഴ അത് മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അതിശക്തമായ ചുഴലിക്കാറ്റിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മോക്ക് ഡ്രിൽ നടത്തുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ ജപ്പാനിലടക്കം വലിയ ഭൂകമ്പ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. സംഹാര താണ്ഡവമാടിയ ഭൂകമ്പ മുന്നറിയിപ്പുകൾ ഉണ്ടാകുമ്പോൾ തന്നെ സൈറൻ മുഴങ്ങുന്നതും ആ മുന്നറിയിപ്പുകൾ അനുസരിച്ച് എന്തൊക്കെയാണ് ജനങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നേരത്തെ തന്നെ ജപ്പാനിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ജപ്പാനിലെ സർക്കാരും അവിടെയുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ സ്ഥിതി അങ്ങനെയല്ല. ദുരന്തങ്ങൾ വന്നതിന് ശേഷമാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത് പോലും ആ അവസ്ഥയിലേക്ക് പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറമായി ദുരന്തങ്ങൾ മാറാറുണ്ട്. വയനാട് ചൂരമ്മലയും മുണ്ടക്കയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലും ജില്ലകളിലുമൊക്കെ ജനങ്ങൾ തീരദേശ മേഖലയിലുള്ളവരും മലയോര മേഖലയിൽ താമസിക്കുന്നവരും പെട്ടെന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവരുമൊക്കെ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതികഠിനമായ ചൂടാണെങ്കിൽ പോലും വൈകുന്നേര സമയങ്ങളിലാകുമ്പോൾ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമൊക്കെ സാധ്യതയുണ്ട്. അതിശക്തമായ കാറ്റ് വീശാനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്.